അല്പം ശബ്ദം കുറക്കട്ടോ. നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. അങ്ങനെ വളരെ നേരത്തെ തന്നെ കാലവർഷം തുടങ്ങി. അത് LDF ഗവൺമെൻറ്റിനുള്ള ഒരു അനുകൂല ഘടകമാണ്. കാരണം അല്ലെങ്കിൽ പവർ കട്ട് വരുമായിരുന്നു. തന്നെയുമല്ല, മുഖ്യമന്ത്രിയുടെ 80ാമത് ജന്മദിനമായിരുന്നെങ്കിൽ, അതുപോലെ അന്തരിച്ച പത്മരാജൻ്റെയും 80ാമത് ജന്മദിനമായിരുന്നില്ല. ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരിക്കൽ കൂടി ജന്മദിന ആശംസ നേരുന്നു. ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടന്നത് ആലുവ തെക്കേ വാഴക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, ഹൈസ്കൂളിലായിരുന്നു. അതിൻ്റെ 111ാമത് സ്ഥാപക ദിന ആഘോഷമാണ് ഇന്ന് 25 മെയ് 25 ഞായറാഴ്ച 8 മണിക്ക് രാവിലെ. ആ പരിപാടി കഴിഞ്ഞ് ഒരു പൊന്നാടിയൊക്കെ ഇട്ട് അണിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്ന് എറണാകുളത്ത് നമ്മുടെ ഡ്യൂട്ടി എടുക്കുമ്പോഴേ 1-2 കാര്യങ്ങൾ ഓർമ്മ വരുന്നതാണ് ഇന്ന് പറയുന്നത്. അത് മറ്റൊന്നുമില്ല, സംസ്കാരം എന്താണെന്ന് ഒരു മുഖ്യ പ്രാസംഗികൻ പറഞ്ഞു. സംസ്കാരം എവിടെ തുടങ്ങണം എന്ന് അദ്ദേഹം പറഞ്ഞില്ല, ആരും ചോദിച്ചില്ല. അതേ സ്കൂളിൽ തന്നെ PTA പ്രസിഡൻ്റായിരുന്ന ഞങ്ങളുടെ യോഗത്തിൽ വെച്ച് ചില രക്ഷാകർത്താക്കൾ ചോദിച്ച്, സംസ്കാരം വീട്ടിൽ നിന്ന് വേണോ അതോ സ്കൂളിൽ നിന്ന് വേണോ? അപ്പോൾ ഞാൻ പറഞ്ഞത്, സംസ്കാരം വീട്ടിൽ നിന്നുമല്ല സ്കൂളിൽ നിന്നുമല്ല, പിന്നെ എന്താണ്, വ്യക്തിയിൽ നിന്ന് തുടങ്ങണം. വ്യക്തി നന്നായാലേ കൈ നടക്കുള്ളൂ. അതാണ് ഒരു പ്രധാന പോയിന്റ്. മറ്റൊന്ന്, അധ്യാപകരുടെ മഹത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും 2 കാര്യം സൂചിപ്പിക്കുക. ഒന്ന്, ഒരു പഠിക്കാത്തതിൻ്റെ പേരിൽ അധ്യാപകർ ഒരു കുട്ടിയെ തല്ലി, വടികൊണ്ടാണ് എന്നുള്ളത്. പക്ഷെ ആ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ രക്ഷകർത്താവ് ഒരു അറിയപ്പെടുന്നത് ഗുണ്ടയായിരുന്നു. വീട്ടിൽ വന്ന് വൈഫ് കൊച്ചു തല്ലിയാലും പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ടു വന്ന് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ളൊരു പ്രകോപനപരമായിട്ടാണ് വന്നിരിക്കുന്നത്. വരവ് കണ്ടപ്പോൾ തന്നെ സാറിന് സാഹചര്യം പിടികിട്ടി. സാറ് വാലടിച്ച് ഭയന്നിരിക്കുകയാണ്. അങ്ങനെ രക്ഷയില്ലാതെ ഭയന്നിരിക്കുന്ന സമയത്താണ് ഒരു പോലീസ് വേഷധാരി വന്ന് സാറിൻ്റെ ഡോറയിൽ കൂട്ടുന്നു. അപ്പോൾ പോലീസ് ഡ്രസ്സ് കണ്ടപ്പോൾ ഈ കൂട്ടം അല്പം മാറി നിന്നു. എന്നിട്ട് ഈ പോലീസുകാരൻ പറഞ്ഞു, സർ, അങ്ങയെ കാണാൻ വേണ്ടി കളക്ടർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് കാണാൻ അനുവാദം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ ആശ്വാസം, വന്ന് കളക്ടറല്ലേ. അപ്പോൾ കളക്ടർ ഓക്കെ വന്നോട്ടെ, പ്രത്യേക സന്ദർഭം അത്ര മോശമാണല്ലോ. കളക്ടർ വന്ന് കാലിൽ വീണ് ക്ഷമ പറഞ്ഞ് നമസ്കരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അന്ന് സാറ് എന്നെ തല്ലി പഠിപ്പിച്ചുകൊണ്ട് ഞാൻ നന്നായതും വളർന്നു IAS കിട്ടി കളക്ടറായത്, അത് ഞാൻ നന്ദി പറയാൻ വേണ്ടി വന്നത്. ഇത് പറഞ്ഞു കിട്ടി ഗുണ്ടപ്പിന് പോയ വഴി കണ്ടില്ല. അപ്പോൾ ആ അനർഘ നിമിഷത്തിലും ആ രക്ഷകർത്താവിന് അല്ലെങ്കിൽ അധ്യാപകനെ സഹായിക്കാൻ ഒരു ബലമായ ഹസ്തം ഉണ്ടായി എന്നുള്ളതാണ്. അതൊരു സംഭവം. മറ്റൊരു സംഭവം, മാധവൻ പടുനായെന്ന് പറഞ്ഞു ആ സ്കൂളിലേക്ക് സ്ഥാപക എന്ന് പറഞ്ഞാൽ ആ ഒരു ഇല്ലെത്തിപ്പെട്ട ഒരാളാണ്. അത് കഴിഞ്ഞ് പിന്നെ അത് ബാക്കിയെല്ലാം വളർത്തിയെടുത്ത് ഈ മാധവൻ പടുനായ രാഷ്ട്രീയത്തിൽ നടന്ന് ജന്മിയായി ജനിച്ച് അവസാനം ദരിദ്രനായാണ് മരിച്ചത്. ഞാൻ പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന് കുടുംബത്തിലൊക്കെ ബുദ്ധിമുട്ടും അല്ലെങ്കിലും സാധാരണക്കാരനെ മരിച്ചു, ഒന്നും സമ്പാദിക്കാതെ. അത് ഏതാണ്ട് വർഷങ്ങൾക്ക് മുൻപ് 1988 അദ്ദേഹത്തിന് ഞാൻ കൊടുത്തുകൊണ്ട് ശരിയല്ല, എൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സ്വീകരണം വെച്ചു. അന്ന് അതിൽ തലേ മാസം പ്രേം നസീറിൻ്റെ ഇലക്ഷൻ പ്രചാരണാർത്ഥം നസീറോട് വന്നിരുന്നു. നസീർ വന്നിട്ട് പോലും അത്ര ആൾ കൂടിയില്ല എന്ന് പറഞ്ഞത്. കാരണം 3-4 മണിക്കൂർ നേരത്തേക്ക് റോഡ് ബ്ലോക്കായി, ആളുകൾ തിങ്ങി നിറഞ്ഞ് 3 ആനയെ കൊണ്ടുവന്ന് നെറ്റിപ്പട്ട കെട്ടി ആഘോഷം. ആ പ്രദേശങ്ങളുണ്ടായ ഒരു 10-20 ഓട്ടോറിക്ഷയുടെയൊക്കെ അകമ്പടി കൂടി തുറന്ന ജീപ്പിൽ
ഒരു വശത്ത് അദ്ദേഹവും അതിന് തൊട്ട് ഇപ്പോൾ ഞാനുമായിട്ട് അങ്ങനെ വന്നിരിക്കും. രണ്ട് സൈഡിൽ ഒരു 5 കിലോമീറ്ററോളം പോകുന്നു വീട്ടിൽ നിന്ന് ഈ യോഗ സ്ഥലത്തേക്ക്. 4, 5 കിലോമീറ്റർ വരും. ആ രണ്ട് സൈഡിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കായിരുന്നു. സന്ധ്യാസമയം അത് നമ്മളിപ്പോൾ ഓർമ്മിപ്പിച്ചു അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തു അങ്ങനെ നടത്തി. അതിനുശേഷം എല്ലാവരും പറഞ്ഞു മൊയ്തീൻ ഷാക്കാണ് ഇത്രയും ഒരു ചിന്ത വന്നുള്ളൂ, ബാക്കി ആരും ചിന്തിച്ചില്ലെന്നു. ഞാൻ മോതിരം ഇന്നും ഞാൻ ചെയ്തപ്പോൾ ആ നാട്ടുകാർ എന്നെ കണ്ട് എന്നോട് നന്ദി രേഖപ്പെടുത്തി. എന്തുമാകട്ടെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ പറയാനുള്ളത്. അതിന് ആമുഖമായിട്ട് പറഞ്ഞുള്ളൂ. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നാൽ നിലമ്പൂർ ഇലക്ഷനാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 19-ാം തീയതി നടക്കേണ്ട, ഒരു മാസം കട്ടിയുള്ളൂ. കാര്യങ്ങൾ ശരിയാണ്. അപ്പോൾ UDF പറയാനുള്ളത്, അവിടെ ജോയിയുടെ കാര്യം പറയുന്നുണ്ട്. ജോയിക്ക് അവിടെ ചാൻസ് കൊടുക്കണം, ജോയി കൊടുത്ത് ജയിക്കും എന്നൊക്കെ ആ നിലമ്പൂർ മുൻ MLA എന്ന അൻവറും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ജോയി അതിന് അർഹനാണ്, തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും മലപ്പുറത്തെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട്, എന്തോ പ്രത്യേകത ഒന്നുമല്ല ഇപ്പോൾ സമവാക്യമൊക്കെ. അതുകൊണ്ട് അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് തന്നെയാണ് നിലമ്പൂർ കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ്? ഏതാണ്ട് 40% വരുന്ന കേരളത്തിലെ മുസ്ലിങ്ങളിൽ 140 സീറ്റ് ഉണ്ടെങ്കിൽ 50 സീറ്റുകൾ മിനിമം കൊടുക്കണം. 1 45 വരും, 45 വരും. അപ്പോൾ 3 4 5 5 47 സീറ്റുള്ളൂ. 50 സീറ്റ് മിനിമം കൊടുക്കാൻ അർഹതയുണ്ട്. അങ്ങനെ ഒരു നിലമ്പൂർ പോലുള്ള സീറ്റുകൾ മാറ്റിവെച്ചാൽ, മണ്ഡലം മാറ്റിവെച്ചാൽ പിന്നെ എവിടെയാണ് കോൺഗ്രസ് UDF ജൂഞ്ഞാക്ക നിങ്ങൾ 50 സീറ്റ് കൊടുക്കുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നിലമ്പൂർ കഴിയുന്നല്ല ഒരു മുസ്ലിം കാൻഡിഡേറ്റിന് കൊടുക്കുന്നതാണ് അത് പ്രായോഗികവും നല്ലതും. ഇപ്പം ഇന്ന് മക്കൾ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഇവിടെ കോൺഗ്രസിൻ്റെയൊക്കെ അപജയത്തിൻ്റെ പ്രധാന കാരണം തന്നെ ഈ മക്കൾ പാരമ്പര്യം വരുന്നതാണ്. അത് ഇന്ദിരയിൽ തുടങ്ങി, KPCCയിൽ തുടങ്ങി, മറ്റുള്ള എന്താണ് ഇതിങ്ങനെ ചെയ്യുന്നത്? ഇന്നിപ്പോൾ ഒരു മാന്യദേഹം പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ശരിയാണ്. അതിൽ K മുരളീധരൻ കരുണാകരൻ്റെ മകൻ നല്ലത് എന്ത് യോഗ്യമാണ് മുരളിക്കുള്ളത്? പറഞ്ഞു എന്ത് എക്സ്ട്രാ ആയിട്ട് എന്ത് യോഗ്യതയാണ് K മുരളീധരനുള്ള രാഷ്ട്രീയത്തിൽ? കിട്ടാവുന്ന എല്ലാ ആനുകൂല്യം പറ്റി. ഇപ്പം ഇനി മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് മുരളീധരൻജി നിങ്ങൾക്ക് മതിയോ? വേറെ എല്ലാവർക്കും വേണ്ടേ? വേറെ ഈ 40-50 വർഷം കാലം പ്രവർത്തിച്ച കോൺഗ്രസ്സിലെ ഇതര ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ വേണ്ടേ? മറ്റൊന്ന്, കാർത്തികേയൻ്റെ മകൻ ഷണ്ണൻ പോലെ ഒരു കഴിവില്ലാതെ പോയി. ആദ്യം ഇടക്കാതിനെപ്പറ്റി ജയിച്ചു, അത് കഴിഞ്ഞ ഇലക്ഷനിൽ 36,000 വോട്ട ഭൂരിപക്ഷം കിട്ടി, പിന്നെ തോറ്റുപോയി. ഇപ്പോൾ ഒന്നിനും കൊള്ളാത്ത ഒരു കോളാബി നോക്കിയ ഓടുപോലെ KPC പ്രസിഡന്റ് അല്ല DCC പ്രസിഡന്റ് ആക്കാൻ നോക്കി, അതും പറ്റത്തില്ല. അടുത്ത സീറ്റ് എടുത്ത് ജയിക്കില്ല. കാരണം ഭാര്യ പിണറായി വിജയനെ പുകഴ്ത്തി നടക്കുന്നുണ്ട്, അതും ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ ജോസ് കെ മാണി കഴിവുള്ളവരല്ല. മാണിയുടെ പേര് അച്ഛൻ്റെ പേരിൽ വന്നാണ്. പിന്നെ അനു ജയിക്കുവ് കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കണം പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ ഉമ്മൻചാണ്ടി മകൻ ചാണ്ടി ഉമ്മൻ ഈ അടുത്ത് വന്നാൽ ജയിക്കുമോ, സീറ്റ് കിട്ടുമോ? അത് തന്നെയല്ല, കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചത് അവസാനം എന്താ പറഞ്ഞത്? എൻ്റെ റോൾ മോഡൽ, ഞങ്ങളിപ്പോൾ പറയട്ടെ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് റോൾ മോഡൽമാരായിട്ട് കാണുന്നത് ഞങ്ങൾ ഫിറോസ് ഗാന്ധിയാണ്. ഫിറോസ് പേരെന്ന് വെച്ചാൽ മുസ്ലിം അല്ല, ഹിന്ദു പാർസിയാണ്. അങ്ങനെ ഒരാളാണ്. അതിങ്ങനെയാക്കി ആ മകൻ അങ്ങനെ വന്ന്. അതുപോലെ ഇപ്പോൾ ശശി തരൂരിന് കോൺഗ്രസ് അമിതമായി പ്രാധാന്യം കൊടുത്തത്. ശശി തരൂരിനൊക്കെ എതിർക്കാനോ ഉപദേശിക്കാനൊന്നും നമുക്ക് ആളല്ല, കാരണം അത്ര വിശ്വപൗരനാണ്. ചെയ്യുന്ന ചില കാര്യങ്ങൾ മണ്ടത്തരം പറയാം. ഒറ്റ കാര്യം സൂചിപ്പിക്കാം. ഇപ്പോൾ 2023 മറ്റോ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ കേരള ഗവൺമെൻറ്, കാരണം ഗവൺമെൻറ് വിമർശിക്കുക എന്നുള്ള ചില ശൈലിയാണ്. ഇപ്പോൾ എന്ത് ചെയ്യാലും വിമർശിക്കുക, തെറ്റണെങ്കിൽ വിമർശിക്കാൻ തെറ്റില്ല, അല്ലാതെ എന്ന് കണ്ടാൽ വിമർശിക്കാന്ന് ശരിയല്ലല്ലോ. 2003 മറ്റോ 13 മറ്റോ അല്ല 23 മറ്റോ 10 കോടി രൂപ കേരള ഗവൺമെൻറ് കൊടുത്തോന്നെ അത് തെറ്റായിപ്പോയെന്നാണ് ഈ ശശി തരൂർ പറയുന്നത്. എൻ്റെ ശശി തരൂർ ജിക്ക് വേണ്ടി വാദിക്കാൻ ചോദിക്കുകയാണ്. 2023 ശേഷമാണ് 2025. 25-ലാണ് ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നത്. യുദ്ധമല്ല, ഒരു
തർക്കം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഇതുണ്ടായപ്പോൾ തുർക്കി പാകിസ്ഥാൻ ആയുധം കൊടുത്ത് എന്നാ പറഞ്ഞു. അതൊക്കെ എന്തുകൊണ്ട് തുർക്കിക്ക് ആവശ്യം ഉണ്ടായില്ല. ഞങ്ങളന്നും പറഞ്ഞു തുർക്കിക്ക് അതിന് അങ്ങനെ പാകിസ്ഥാൻ പക്ഷം പിടിക്കുന്ന കാര്യമില്ല, നിഷ്പക്ഷം നിർത്തിയാൽ മതിയത്. അത് തെറ്റായിപ്പോയി. പക്ഷെ അത് 2023 കൊടുത്ത് 25 യുദ്ധത്തിന് ഇങ്ങനെ ബാധകം. അത് മോശമാണെന്ന് പറഞ്ഞാൽ ശശി തരൂരിൻ്റെയൊക്കെ ബുദ്ധി എങ്ങനെയാണ്? കാട്ടുബുദ്ധിയല്ലേ ഇതൊക്കെ? എന്താണ് ഈ പറഞ്ഞത്? അതിനങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് സഹായിച്ചിട്ടില്ലേ? പല സ്ഥലത്താണ്. ഇപ്പോൾ ഇസ്രായേലിൽ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത്, തീപിടുത്തമുണ്ടായ സമയത്തൊക്കെ പലസ്തീൻ അവർ യന്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. രണ്ടാമത് കൊടുത്തിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ യുദ്ധം കുഴമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മനുഷ്യ സഹജമാണ്. അതിൽ രാഷ്ട്രീയം കാണരുത്. ആപത്ത് വരുമ്പോൾ സഹായിക്കുന്നത് മനുഷ്യ സഹജമാണ്. അതിൽ ജാതി മതം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താണ്. നമുക്ക് വേണമെങ്കിൽ ഗവൺമെൻറ് കുറ്റം പറയാം, കേരള ഗവൺമെൻറ് കുറ്റം പറയാൻ കുഴപ്പമില്ല. സർക്കാരാണെങ്കിൽ കുറ്റമൊക്കെ പറയാം, ജനാധിപത്യ രീതിയില്ലേ. പക്ഷേ ഇതിലെന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ ശശി തരൂരിന് എവിടെയാണ് പിടിച്ചിട്ടുണ്ട്, എവിടെ തെറ്റുപറ്റിയിട്ടുണ്ട്? അതെനിക്ക് ആ ഭാര്യയുടെ കൊലപാതകം ഉണ്ടല്ലോ, മരണമുണ്ടല്ലോ, അതിലെന്തോ വീഴാൻ സാധ്യതകൾ കൊണ്ടായിരുന്നാണ് ഇപ്പോൾ BJPക്ക് വേണ്ടി വാദിക്കുന്നതൊക്കെ. അങ്ങനെ നല്ല വാക്ക് പറഞ്ഞ് സ്വതന്ത്രമായിട്ട് പോകണം. അല്ലാതെ പാർട്ടിക്കുടെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു വന്ന ശശി തരൂർക്ക് അങ്ങൊന്നും ഇങ്ങനെ 2 വഞ്ചി കളിയോട്ടോ അല്ലെങ്കിൽ പാർട്ടിക്ക് ദൂഷ്യമായിട്ട് ഞാൻ പറഞ്ഞാണത്, കമ്മിറ്റ്മെൻറ്റ് ദൂഷ്യമായിട്ട് ചെയ്യരുത്. നമുക്കിങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കിത് പറയാം, ഞാൻ നിഷ്പക്ഷമായിട്ട് മാറി നിൽക്കാം, എൻ്റെ പാർട്ടി പറഞ്ഞാൽ വരുള്ളൂ എന്ന് പറയാം. പാർട്ടി രാജ്യമാണ് വലുത്, സംശയമൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ പിന്നെ പാർട്ടി വലുതാണ്, പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ചെയ്യണം. അതൊക്കെ സാഹചര്യം അനുസരിച്ചാണ്. അപ്പോൾ ശശി തരൂരിൻ്റെ ആ തീരുമാനം പാർട്ടിക്ക് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഒരു ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. ഇതിലും ശശി തരൂർ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ശശി തരൂരിൻ്റെ കാര്യം പറയുമ്പോൾ വേറെ ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നു. കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്ന് പറയാമല്ലോ. ഇപ്പോൾ പാലക്കാട് വിഷയങ്ങൾ മാറി പോകണം, പെട്ടെന്ന് പറഞ്ഞു തീർക്കാണ്. പാലക്കാട് ശ്മശാനം, അതിൽ പോലും ജാതീയത കാണുന്നു. ആദ്യം ബ്രാഹ്മിൻസിന് വേണ്ടി പ്രത്യേകം അടയാളപ്പെടുത്തി, അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് നായർക്ക് എല്ലാം വരും, നായർ പ്രത്യേകം ചോദിച്ചു. NSS 10 സെൻറ്റ് ചോദിച്ചിട്ട് 20 സെൻറ്റ് സർക്കാർ മുനിസിപ്പാലിറ്റി കൊടുത്ത്. ഇപ്പോൾ ഈഴോ ചോദിക്കുന്നു, വിശ്വകർമ്മ ചോദിക്കുന്നു, എല്ലാം ചോദിക്കുന്നു. എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക്? എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ? ഇന്നത്തെ അവസ്ഥ ഒരു കുഞ്ഞുമില്ല ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ. പഴയ അവസ്ഥയിലേക്ക് രാജ്യം പോകണം. കാരണം ഇതിനെ എതിർത്ത് 2-3 വിഭാഗങ്ങൾ. ഒന്ന് SNDP ഗുരുദേവൻ. ആ ഗുരുദേവൻ നയിക്കുന്ന SNDP എന്താണ്, അതും തലതിരിഞ്ഞു പോയി. പഠിച്ചു വരുമ്പോൾ വാക്ക് ഗൗരവമുള്ളതാണ്, തലതിരിഞ്ഞു പോയി. ഇപ്പോൾ വെള്ളപ്പള്ളി ഈ ശ്മശാനത്തിൽ ബ്രാഹ്മണന് സ്ഥലം കൊടുത്തപ്പോൾ നമ്മുടെ രണ്ടാമത് ചോദിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ 2 പാർട്ടി, വെള്ളപ്പള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയായിരുന്നു? ശ്മശാനത്തിൽ അങ്ങ് കൊടുക്കാൻ പാടില്ല പറഞ്ഞോ? ഇല്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് തെറ്റിപ്പോയി. അത് വഴി തെറ്റിപ്പോയെന്ന് അല്ലെങ്കിൽ പേടിച്ചു പോയെന്നൊക്കെ പറയും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്ത് ഇപ്പോൾ വെള്ളപ്പള്ളിയും ചെയ്തു, വെള്ളപ്പള്ളി പാർട്ടിയും ചെയ്തു, പല സംഘടന ചെയ്തു. മലപ്പുറത്ത് പോയി വിമർശനം കാണിച്ച വെള്ളപ്പള്ളി എന്തുകൊണ്ടാണ് പാലക്കാട് ശ്മശാനം പങ്കെടുത്തപ്പോൾ ജാതി തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിന് സമ്മതിച്ചാലും ഉണ്ടായിരുന്നത്? ഇവിടെ പശുവിൻ്റെ കാഷ്ടവും പശുവിൻ്റെ മൂത്രവും നല്ലതാണ്, അത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുമ്പോൾ എൻ്റെ ഹിന്ദു സമുദായത്തിലെ പുരോഗമനവാദികൾ അതേക്കുറിച്ച് അന്ന് മിണ്ടിയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എന്താണ്? എവിടേക്കാണ് പോക്ക്? അവിടെയാണ് ഇസ്ലാം മതവും അല്ലെങ്കിൽ മുസ്ലിം മതം തമ്മിൽ വ്യത്യാസം ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടാത്തത്. അവിടെ ഏകോദര സഹോദരന്മാരെ ഒറ്റ ഇതുള്ളൂ. ഇന്ന് ഒരു മഹാൻ പറഞ്ഞ്, അത് KSD 10 10 വരാന്നാണ് മധു കണ്ടോ, 5 പ്രാവശ്യവും പള്ളിയിൽ വാങ്ങുവിളിക്കുന്നത് അള്ളാഹു മാത്രം ആരാധിക്കുക, അള്ളാഹുവിന് മാത്രം പിന്നെ പക്ഷപാതമല്ലെന്ന്. നമ്മൾ വിശ്വസിക്കും നമ്മുടെ മതത്തിൽ, നിങ്ങൾ വിശ്വസിക്കും നിങ്ങളുടെ മതത്തിൽ, അത് തെറ്റില്ല. എൻ്റെ മതത്തിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിനാണ് ആരാധിക്കുന്നത്, മറ്റാൾ ആരാധിക്കാൻ പാടില്ലെന്ന്. അതിൽ തെറ്റെന്ന് പറയാൻ പറ്റുമോ? അത് വേറൊരു കാര്യം പറഞ്ഞു. അങ്ങനെ വിശ്വസിക്കാതില്ല കാഫറാണെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നും മധു സാറേ, ഇവിടെ ഈ ഹലാൽ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹലാൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അനുവദനീയമൊന്നുള്ളൂ. അതിൽ മുസ്ലിമോ ഹിന്ദു ജാതി ഒന്നുമില്ല, പേര് ഏതാണ്ട് ഒരു അറബി വാക്കാന്നുള്ളൂ. ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദനീയമായ ഭക്ഷണപാനീയങ്ങൾ വിൽക്കുന്ന സ്ഥലം അതുള്ളൂ. അനുവദനീയമായതെന്ന് വെച്ചാൽ സർക്കാർ ചോദിച്ചു തന്നെ, അതിലൊരു ജാതീയത. അതുപോലെ അർത്ഥം മനസ്സിലാക്കാതെ
പിന്നെ കാഫിർ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, മുസ്ലിം ഇല്ലാത്ത ആളെന്നുള്ളൂ. ഈ അറബിയിൽ ഹംക്ക് എന്നൊരു വാക്കുണ്ട്, അത് അറിവില്ലാത്തവനാണ്. പക്ഷെ അത് കേട്ട് ചില മുസ്ലിങ്ങൾ പോലും ചില ദേഷ്യപ്പെടും, നീ എന്താ ഹംക്ക് കളിച്ചത്. വാക്കിനർത്ഥം വിവരമില്ലാത്തവനെന്നുള്ളൂ. അതിൽ കാഫിർ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റമല്ല, മുസ്ലിം അല്ലെന്നുള്ളൂ. മുസ്ലിമല്ല. മുസ്ലിം രണ്ട് വർഗമുള്ളൂ ഈ ലോകത്ത്, അല്ല ഈ മുസ്ലിം സമുദായത്തിൽ രണ്ട് വർഗം, ഒന്ന് മുസ്ലിം, നോൺ മുസ്ലിം. അല്ലാതെ പിന്നെ പുലയം മുസ്ലിമും ക്രിസ്ത്യൻ മുസ്ലിമും മായർ മുസ്ലിം അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ കൺവെർട്ടഡ് ഇസ്ലാം ഉണ്ടാക്കാൻ നോക്കി ചിലർ പോയി പണിയൊക്കെ പറഞ്ഞ്. മുസ്ലിങ്ങൾ അങ്ങനെ കൺവെർട്ടഡും പിന്നെ വെർട്ടഡൊന്നുമില്ല. അതിൽ കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ അവനെല്ലാം തുല്യ അവകാശമാണ്. ഏറ്റവും താഴെ കിടന്ന പുലയൻ മതം മാറി വന്നാൽ പോലും അവന് പള്ളിയിൽ പോയി ഫസ്റ്റ് സഭയിലേക്ക് അവന് പുരോഹിതം വഹിക്കാം, അറിവുണ്ടെങ്കിൽ. ക്രിസ്ത്യ സമുദായത്തിൽ പറ്റുമോ? ആകെയുള്ള ദളിതിൽ 1/3 ക്രിസ്തു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് വർഷത്രയും നൂറ്റാണ്ടായി. ഇപ്പോഴും ആ കൺവെർട്ട് ക്രിസ്ത്യൻ നിൽക്കല്ലേ. ഇപ്പോഴെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിന് ആ കൺവെർട്ട് ക്രിസ്ത്യൻ വാക്കെടുത്ത് കളയാൻ പാടില്ലേ? ഞാൻ ഈ മുസ്ലിം ലീഗോട് പറയുമ്പോൾ മുസ്ലിം എന്ന വാക്കെടുത്ത് മാറ്റി പറയുമ്പോൾ അത് മാറ്റുന്നില്ലല്ലോ. നിങ്ങളെന്താണ് കൺവെർട്ട് ക്രിസ്ത്യൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? ക്രിസ്ത്യനിൽ കൺവെർട്ട് പിന്നെ എന്ത് കൺവെർട്ടഡ്, അത് പറയുന്നതിനാണ്. ഇപ്പോൾ വേടൻ്റെ കാര്യം പറഞ്ഞു. വേടൻ എന്ന ഒരു ശ്രീലങ്കൻ സ്ത്രീയാണ് വേടൻ്റെ ഭാര്യ, മറ്റു ഇന്ത്യക്കാരും. അതേക്കുറിച്ച് ഈ സംഘപരിവാരം പഠിച്ച ചിലരൊക്കെ എതിര് പറഞ്ഞു ശ്രീലങ്കാരിയാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ വേടനെ കളിയാക്കി. ഇപ്പോൾ അവസാനം വേടൻ ആ വാക്ക് തന്നെ അങ്ങോട്ട് അംഗീകരിച്ചു. ഇപ്പോൾ ഇത് വേടം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഉപയോഗിച്ച് 2 ആളുണ്ട്. ഒരാൾ കൂടി ഉണ്ട് കളമശ്ശേരിയിൽ, ഒരു മുസ്ലിമാണ്. അയാൾ എപ്പോഴും ചക്കര എന്ന് കളിയാക്കും. അതിന് കളിയാക്കി പണമൊക്കെ ആയപ്പോൾ ഒരു വലിയ തുണിക്കട പഠിക്കുമ്പോൾ ചക്കരാസ് പേരിട്ട്, ചക്കരാസ് പരസ്യമായിട്ട് ബോർഡ് വെച്ചുകൂടി. പിന്നെ ഒരു കുറ്റമില്ല, ആരും വിളിക്കളിയാക്കൂല. അതുപോലെ ആത്മാഭിമാനത്തോടി പുലയൻ. ഞാൻ കല്ലർ സുമാൻ സാറിനോട് പറഞ്ഞു, അതേ മരിച്ചു കല്ലർ സുമാരൻ പുലയൻ എന്ന് തന്നെ പറഞ്ഞാൽ പിന്നെ പുലയൻ എന്ന് പറഞ്ഞാൽ പുലത്തിനുടമ, ഭൂവുടമെന്നുള്ളൂ. അല്ല വേറെ നീചെന്ന അർത്ഥമില്ല. ആദിവാസി എന്ന് പറഞ്ഞാൽ ആദിയിൽ വസിച്ചവനാണ്. കാട്ടാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാടിൻ്റെ തോഴെന്നാണ്. പക്ഷെ നമ്മളെ പഠിപ്പിച്ചിരുന്നത് കാട്ടാൾ എന്ന് പറഞ്ഞാൽ ഒരു 6 അടി പൊക്കമുള്ള ആചാരം ബഹുവ കറുത്ത നികൃഷ്ട അല്ലെങ്കിൽ വികൃത രൂപയാണെന്നൊക്കെ. അതൊന്നുമില്ല. കാട്ടാൾ എന്ന് വാക്കുന്ന ആളെന്ന തോഴൻ, തോഴി. അപ്പോൾ കാട്ടാളൻ, കാടിൻ്റെ തോഴൻ. കാടിൻ്റെ തോഴൻ എന്ന് പറഞ്ഞാൽ ഒരു ഉണക്കപ്പുല്ല് പോലും ഉണക്കപ്പുല്ല് ഇലയല്ലാതെ പച്ച ഇല പോലും ഒടിക്കില്ല. അത്ര സൂക്ഷ്മമായിട്ട് നോക്കുന്ന ഒരു വിഭാഗമാണ് ഈ കാട്ടാൾ എന്ന് പറഞ്ഞത്. അതിന് നമ്മൾ പര്യായം കൊടുത്തിരിക്കുന്നത് കാട്ടു ജാതിയാക്കി. അതിന് സംഘപരിവാർ ആദിവാസി എന്ന് പറയില്ല, അവർ വനവാസി പറയുള്ളൂ. ആദിവാസി എന്നാൽ ആദ്യം ജനിച്ചവൻ, അവനല്ലേ പൂർവികരും. അവിടെ ഒരു വനവാസി, വനത്തിൽ കഴിയുന്നത്. ഈ വനവാസിക്കും ആദിവാസിക്കും വേടനും മൂലിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അവർ താമസിക്കുന്ന കാട്ടിൽ ഒരു ചെറ്റിൽ ഒരു ചെറിയ കുടിൽ വെച്ച് കെട്ടി താമസിച്ചാൽ അവിടെ അടുപ്പ് കിട്ടും, തീ ഉണ്ടാവും, പുകയുണ്ടാവും. ആ പുക നേരെ വിടൂല പുറത്തേക്ക്, കാട്ടിലേക്ക്. അതൊരു പരന്ന് അല്ലെങ്കിൽ തട്ടുപോലെ പുല്ലുകൊണ്ട് പണത് ഒന്ന് സോട്ട് ചെയ്തിട്ടാണ് ആ പുക പോലും കാട്ടിലേക്ക് പോലും വിടുന്നത്. ആ ഒരു സംസ്കാരം ഇവിടെ അറബിക്കോ അല്ലറബി പിന്നെ സാഹിബിന് ആർക്കെങ്കിലും ഉണ്ടോ? അതാണ് ദ്രാവിഡ സംസ്കാരം. തന്നെയല്ല, 2 മുറിയുള്ളൊരു കുടിലുണ്ടെങ്കിൽ അതിൽ ഒരു മുറി അതിഥികൾക്ക് വേണ്ടി മാറ്റിവെക്കും. അതാണ് അവരുടെ സംസ്കാരം. ആ സംസ്കാരമാണ് പറഞ്ഞിട്ട് അവർ ആദിവാസിയാണ്, കാട്ടുജാതിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ലെന്ന്. ജാതിയില്ല മതവും ഇല്ലയെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അവരും പാലക്കാട് പിന്നെ ശ്മശാനത്തിൽ വരും, ബ്രാഹ്മണന് വേറെ, നായർക്ക് വേറെ, ചോന് വേറെ, വിശ്വകർമ്മക്ക് വേറെ, എല്ലാവർക്കും വേറെ ചോദിക്കുകയാണ്. ഇവിടെ എത്തി നമ്മുടെ രാജ്യം. ഇതിനൊക്കെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മിണ്ടാത്തത്? അവർ വഴിതെറ്റിപ്പോയി. അതുപോലെ SNDP എന്ന ഗുരുദേവൻ്റെ ആൾക്കാരെന്താ മിണ്ടാത്ത? അവർ വഴിതെറ്റിപ്പോയി. അവർക്കെല്ലാം ആകെ കൂടി ഒരു കുറ്റം കാണുന്നതിൽ കുറവാണെന്ന് മുസ്ലിം സമുദായത്തെ, മുസ്ലിം പിന്നെ തത്വസമിതി അതിനെ എതിർക്കുക, അതിനെ കുറ്റപ്പെടുത്താൻ, തൊട്ടേം പിടിച്ച് കുറ്റപ്പെടുത്താന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? സംഘ് പരിവാർ എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ അങ്ങേറ്റം മതമ്പത്തിനേക്ക് മോശമായിട്ടും എത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഹിന്ദുവിലെ ബുദ്ധിജീവികൾ നിങ്ങൾ ചിന്തിക്കണം. സംഘ് പരിവാറിൽ സംഘ് എന്ന പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തെ വളരെ ആഴത്തിലേക്ക് തകർച്ചയിലേക്ക് എത്തിക്കും.
അവർക്ക് അതറിയില്ല. അവരാ ചിന്തിക്കുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ, മറുപടി ചിന്തിക്കുന്നില്ല. ഇപ്പം കണ്ടില്ല, കാഫിറാണ് മുസ്ലിങ്ങളെ കാഫിർ വാക്ക് അർത്ഥം മുസ്ലിം അല്ലാത്തതെന്ന് അർത്ഥമുള്ളൂ. അതൊരു തെറ്റായിട്ട് കാണുന്നത്. 5 പ്രാവശ്യം പള്ളിയിൽ വിളിക്കുന്ന വിളിക്കുന്ന മറ്റു സമുദായങ്ങൾക്ക് കുറ്റപ്പെടുത്തിയാണെന്നൊക്കെ പറയുമ്പോഴേ എവിടെയാണ് ചിന്ത? അവരുടെ എവിടെ എത്തി നമ്മുടെ രാജ്യം? ആര് പരിഹാരം കാണുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും വഴിതെറ്റിപ്പോയി, തികച്ചു വഴിതെറ്റിപ്പോയി കമ്മ്യൂണിസം. അതുപോലെ ഗുരുദേവൻ്റെ ആൾക്കാരും ക്രിസ്ത്യൻസിലും ഒരു വിഭാഗം അങ്ങനെ വഴിതെറ്റിപ്പോയി. അവർക്കെല്ലാം മുസ്ലിം സമുദായത്തെ എതിർക്കുക, അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് എതിർക്കുക, പുറത്തുകൂടെ എതിർക്കുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. കാരണം അതിനർത്ഥം കായ്ഫലുള്ള മരത്തിലെ കുട്ടികൾ കല്ലെറിയുന്ന പറയുമ്പോൾ അതിനർത്ഥം അവർ പറയുന്ന തത്വസംഹിതയുണ്ട്, ഒരു ഫിലോസഫി ഉണ്ട്. ആ ഫിലോസഫി മറ്റുള്ള അവർക്ക് എന്തോ സംതിങ് ഡിഫറെൻറ്റ്. അതാണ് ജയിക്ക് സാറിനെ പോലെയുള്ള DGP എന്ന ആൾക്ക് വന്നില്ലേ 5 പ്രാവശ്യം പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ വിശദമായിട്ട്. അതൊന്നും പറയാൻ ഇവിടെ സമയമില്ല. അപ്പം അത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞില്ല. ഞാൻ ഈ ഒറ്റ കാര്യം പറയാനുള്ളത്, ഇലക്ഷൻ എടുത്തു, നിലമ്പൂർ ഇലക്ഷനാണ്. അതിൽ UDF ജയിക്കേണ്ടത് ആവശ്യമാണ്, കാലകാലമാണ്. അത് ജയിക്കുന്ന എന്ന് ഉള്ളപ്പോൾ UDF ചിന്തിക്കേണ്ടത് അതിൽ ആ ജനസംഖ്യാനുപാതികമായ സംവരണം എല്ലാ സമുദായങ്ങൾക്കും കൊടുക്കണം, അതിൽ മുസ്ലിം സമുദായം കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു 50ഓളം സീറ്റ് മുസ്ലിം സമുദായത്തിൽ കൊടുക്കണം. അതിലൊക്കെ നിലമ്പൂരിൽ പെട്ടോ അല്ലെങ്കിൽ 50 സീറ്റ് ഉണ്ടാവില്ല. അതിൽ വീണ്ടും പറയുന്നത്, ഇപ്പോൾ കുഞ്ഞാക്ക വലിയ ആഘോഷത്തോടെ വരുന്നുണ്ട് ജയിക്കുന്നത്, ആയിക്കോട്ടെ. അത് ഞാൻ വീണ്ടും പറയുന്നത് 3 സീറ്റ് മാത്രമാണ് മുസ്ലിം ലീഗിന് കൊടുക്കാവൂ. ബാക്കി 3-2 ഭാഗം മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ട സീറ്റിൻ്റെ ബാക്കി 3-2 ഭാഗം കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങൾക്ക്, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ചെറിയ പാർട്ടിയിലൊക്കെ മുസ്ലിങ്ങൾ അവർക്ക് കൊടുക്കണം. അതുപോലെ എല്ലാ ജാതിക്കും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് 10% ഉള്ളവർക്ക് 40%, 50% കൊടുക്കുക, ബാക്കിയുള്ളവർക്ക് 40% ഉള്ളവർക്ക് 10% കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വില പോലും അത് അപകടമാണെന്ന് UDFനോടും UDFനോടും ഐക്യമുന്നോടും പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. നമുക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല, ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് തുല്യ നീതി വേണം. ഇത്രയും കാര്യമാണ് ഇന്ന് പറയാനുള്ളത്. ബാക്കി നമുക്ക് നാളെ കാണാം. ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിൽക്കും. ഒരായി നന്ദി. ജയ് ഹിന്ദ്.